പാപി തന്നെ ആയിരിക്കും. അപ്പൊ ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവൾ വളരെ മോശമായ ജീവിതം നയിച്ച ഒരാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴിയാണ് അത് കർത്താവ്. ആ കർത്താവിൻ്റെ അടുത്തേക്ക് ഇവര് കടന്നു വരുമ്പോൾ ദാറ്റ് ഈസ് ദ ചേഞ്ച്. ഇനി അവൾക്ക് ഒരിക്കലും പഴയതുപോലെ ആകാൻ കഴിയില്ല, ആകരുത്. അവിടെയാണ് വീണ്ടെടുപ്പിന്റെ ആ ശബ്ദം അവൾ കേൾക്കുന്നത്. സഭ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇഫ് സമ്മൺ ഈസ് ഡൂയിങ് റോങ് ടു യു, നിങ്ങൾ ഹീലിംഗ് ആണ്, നിങ്ങൾ കംപ്ലൈന്റുകാരല്ല. സഭ കംപ്ലൈന്റ് ചെയ്യുന്ന ആളല്ല, ഹീൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവിടെ കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരുത്തൻ കല്ലെടുത്താൽ അവിടെ കർത്താവ് ഓൾറെഡി അവന്റെ പാപങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വേറൊരാൾ വായിക്കുമോ എന്നൊരു ഭയം അവനുണ്ടായി കാണും. നമുക്കെല്ലാം വേറൊരാൾ ഇത് പിടിക്കുവോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ. മോശയുടെ പ്രമാണത്തിനെതിരെ കർത്താവ് നിൽക്കുന്ന കാണാൻ വേണ്ടിയാണ് ഇവർ വന്നത്, ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അവസാനം എന്താ സംഭവിച്ചത്? മോശയുടെ പ്രമാണത്തിന്റെ അകത്തുള്ള കട്ടിയായ ഭാഗം, പ്രവൃത്തികളാലല്ലാത്ത ബാഹ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആന്തരികമായ ആ ഓപ്പറേഷൻ, എൻഡോസ്കോപ്പി, അകത്തുള്ള പാപത്തെ വലിച്ചെടുക്കാനുള്ള ന്യായപ്രമാണത്തിന്റെ കഴിവ്. ഗോഡ്സ് ലോ ക്യാൻ പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു us ആൻഡ് expose us. ദൈവത്തിന്റെ ന്യായപ്രമാണം പക്ഷെ രക്ഷിക്കാൻ കഴിവില്ല. പക്ഷെ നമ്മുടെ പാപത്തിന്റെ ഡെപ്ത് കാണിച്ചു തരാനുള്ള കഴിവുണ്ട് ന്യായപ്രമാണത്തിന്. നമ്മളെ ബ്രോക്കൺ ആക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാ അവർ പ്രത്യേകിച്ച് ഉപദേശം കേൾക്കാത്തവരും ക്രൂശിനെ സ്വീകരിക്കാത്തവരായിരുന്നിട്ടും മനസാക്ഷിയിൽ തന്നെ അവരെ ആ നിയമങ്ങൾ അവരുടെ ആന്തരികമായ കുറ്റബോധം ഉണ്ടാക്കിയത്. അവർക്ക് മനസാക്ഷിയിൽ തന്നെ അത് മനസ്സിലായി, ദേ ആർ ഓൾസോ സിന്നേഴ്സ്. ഈ പാപബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നോ വൺ ഈസ് ബെറ്റർ ദാൻ ദ അതർ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വിഷയങ്ങളിലല്ലാതെ വേറെ എല്ലായിടത്തും കർത്താവിന്റെ ന്യായം എന്ന് പറയുന്നൊരു ന്യായമുണ്ട്. വിശ്വാസത്തിന്റെ വിഷയങ്ങളിലും ഉണ്ട്. എല്ലായിടത്തും കർത്താവിന്റെ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. പക്ഷെ ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ കർത്താവിന്റെ ന്യായമല്ലാതെ ഇവനാണോ അവനാണോ ശരി എന്നുള്ള ഒരു പ്രസക്തി ഉദിക്കുന്നില്ല. ന്യായാന്യായങ്ങൾ അങ്ങനല്ല വിഭജിക്കപ്പെടുന്നത്. മിസ്റ്റർ എ വന്ന് പറയാണ് മിസ്റ്റർ ബി ശരിയല്ല, എന്നെ വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നത്. ദാറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ദെയർ. മിസ്റ്റർ എയോട് തന്നെ ചോദ്യം, ഡിഡ് യു ഫോർഗിവ്? നിങ്ങൾ ക്ഷമിച്ചോ? അവൻ ശരിയല്ല, അവൻ ഒട്ടും ശരിയല്ല, നിങ്ങൾ ക്ഷമിച്ചോ? ഒറ്റ ചോദ്യമുള്ളൂ. ബിക്കോസ് ദാറ്റ്സ് ഹൗ ദ ലോ ഓപ്പറേറ്റ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. നമുക്ക് ആരെക്കുറിച്ചും പരാതി പറയാൻ പറ്റില്ല. കർത്താവ് അങ്ങനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഹ്യൂമൻ ആർബിട്രേറ്റേഴ്സ് ഇടയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രശ്നപരിഹാരം അത് എന്നൊക്കെ പറയാമെങ്കിലും ദൈവത്തിന് മുമ്പിലേക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒറ്റ ചോദ്യം അത് എന്നോടാണ്, എന്നോട് മാത്രമാണ്. നീ എങ്ങനെയായിരുന്നു? അത് കർത്താവേ, അത് അവൻ അങ്ങനെ പെരുമാറി, അവൻ എന്നോട് ഇത്രയും മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ അവനോട് രണ്ട് പറഞ്ഞു. ഓക്കെ, അവൻ എന്ത് പറഞ്ഞെന്നുള്ളത് ലെറ്റ് മീ ഡീൽ വിത്ത് ഹിം. എന്റെ ചോദ്യം നിന്നോടാണ്. എക്സാമിൻ യുവർ സെൽഫ് ആൻഡ് സീ ആൻഡ് കൺഫസ്. കർത്താവ് എപ്പോഴും അങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്. അതുകൊണ്ട് സഭയുടെ നീതി വ്യവസ്ഥയിലും ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളതിനേക്കാളും ആരാണ് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നുറുങ്ങിയ ഹൃദയം ഉണ്ടാവുകയും മാനസാന്തരപ്പെടുകയും അവരവരുടെ പാപങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നതെന്നുള്ളതാണ് സഭയുടെ ഒന്നാമത്തെ പ്രശ്നം. ആൻഡ് ദാറ്റ്സ് വാട്ട് ദ ചർച്ച് ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ്. ഇപ്പം നമ്മൾ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുക, ഈ പൂച്ചകളൊക്കെ അപകടത്തിൽപ്പെടുമ്പം രക്ഷിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അത് അള്ളിപ്പറിച്ച് മാന്തിപ്പറിച്ച് ആകെ മുറിവുണ്ടാക്കും. അല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? നമ്മൾ കുറെ മുറിവ് സഹിക്കേണ്ടി വരും. മുറിവ് സഹിക്കാതെ ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല. വി നീഡ് ടു ബെയർ ദ പെയിൻ ഓഫ് ദ ക്രോസ്. അത് വഹിക്കാതെ, ആ നിന്ദ അനുഭവിക്കാതെ, ആ ക്രൂശിന്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരൊറ്റ ആളെ പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഉപദേശങ്ങളാൽ പറ്റത്തില്ല.
നമ്മളവിടെ മരിച്ചാൽ മാത്രമേ അവിടെ വേറൊരാളിലേക്ക് ആ ജീവനെ പകരാൻ പറ്റൂ. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഡീപ്പർ സർജറി, സീരിയസ്നെസ് ഓഫ് ദ ലോ. അത് എത്ര സീരിയസ് ആണെന്നാണ് കർത്താവ് തെളിയിക്കുന്നത്. എക്സ്ക്യൂസിബിൾ ആണെന്നല്ല, എക്സ്ക്യൂസിബിൾ അല്ലാത്ത ലോ അതെങ്ങനെയാണ് ലോകത്തിലുള്ള സകലരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നതെന്നും ഒരുപോലെ എല്ലാവരും മരണയോഗ്യരായി മാറിയത് എങ്ങനെയെന്നുമാണ് ഇവിടെ കർത്താവ് പറയുവാൻ ശ്രമിക്കുന്നത്. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നേർന്നു അവളോട്, എന്താ ഇവള് പോകാഞ്ഞത്? ഇവൾക്ക് വേണം എല്ലാവരും പോയപ്പോൾ പോകാമായിരുന്നല്ലോ. ബട്ട് ഷീ വെയിറ്റഡ്. എന്തുകൊണ്ടായിരിക്കും? അവർക്കെല്ലാം ഉണ്ടായത് ഒരു മനസാക്ഷിക്കുത്താണ്. പക്ഷെ ഇവൾക്കുണ്ടായത് മനസാക്ഷിക്കുത്തല്ല, ഇവൾക്ക് രക്ഷപ്പെടണമായിരുന്നു. ഷീ വാണ്ടഡ് ദ ലോർഡ്. അവൾ പൊളിഞ്ഞു പോയ ഒരാളായിരുന്നു, ഹൃദയം തകർന്ന് ലജ്ജിതയായി അപമാനിതയായ ഒരാളായിരുന്നു. ഷീ വാണ്ടഡ് സാൽവേഷൻ. അതുകൊണ്ട് അവൾ പോയില്ലായിരുന്നു. ഷീ വാണ്ടഡ് ദ കംഫർട്ട് ഓഫ് ദ ലോർഡ്. ബാക്കി എല്ലാവരും പോയത് മനസാക്ഷിക്കുത്ത് കാരണമാണ്. They didn't want to face Jesus. പക്ഷെ ഇവൾ അങ്ങനെ ആയിരുന്നില്ല. ഷീ വാണ്ടഡ് ദ ലോർഡ്. അവൾ അവിടെ തന്നെ നിന്നു. കർത്താവ് പറഞ്ഞു, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു അവളോട് പറഞ്ഞു. ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുന്നത് കർത്താവിൻ്റെ കാൽവരി ക്രൂശിലാണ്. എന്നേക്കുമായി നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകുന്നു. നിയമം നമ്മളെ മരണശിക്ഷയ്ക്ക് വിധിച്ചാൽ ആ മരണശിക്ഷയുടെ വിധി എടുത്തു മാറ്റുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതർവൈസ് ഷി ഹാസ് ടു ബി സ്റ്റോൺ. അതാണ് അതിന്റെ ലോ, അതാണ് അതിന്റെ റൂൾ. പക്ഷെ കർത്താവ് അതിനേക്കാൾ വലിയൊരു നീതിയുടെ വെളിപ്പാടിലൂടെയാണ് അവളെ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ദ റെവലേഷൻ ഓഫ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നീതിയുടെ വെളിപ്പാട് ശരിക്കും നമ്മളെ രക്ഷിക്കുക ചെയ്യുന്നത്. കാരണം ലോകത്തിൽ എല്ലാവരെയും അത് പാപികളാക്കുകയും എല്ലാവരും ഒരുപോലെ കർത്താവിനെ നോക്കി നിലവിളിക്കേണ്ടി വരികയും നിലവിളിക്കുന്നവരെല്ലാം രക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാതിലായിരുന്നു കർത്താവിന്റെ നീതിയുടെ പ്രസംഗം. ഹാർഡ് ഗോസ്പൽ, ബട്ട് ദാറ്റ് വാസ് സാൽവിഫിക്, രക്ഷിക്കുന്നു, കൃപയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഓക്കെ, 12-ാം വാക്യത്തിൽ പറയാണ്, ഇത് എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകുമെന്ന് പറഞ്ഞു. ഇവിടെ ഈ ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അല്ലെ? അപ്പൊ ആരാ ശരിക്കും വെളിച്ചം? ക്രിസ്തു ആണോ ശിഷ്യന്മാരാണോ? ക്രിസ്തു ആണ് ശരിക്കുള്ള വെളിച്ചം, നീതി സൂര്യൻ. പക്ഷെ അവനിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന നീതി മാത്രമേ എനിക്ക് ഉള്ളൂ. റിഫ്ലക്റ്റഡ് ഗ്ലോറിയാണ് എൻ്റേത്. എനിക്ക് സ്വന്തമായ ഗ്ലോറി ഇല്ല. ഐ ഗെറ്റ് ദാറ്റ് റിഫ്ലക്റ്റഡ് ഗ്ലോറി, ഐ ഗെറ്റ് ദാറ്റ് റിഫ്ലക്റ്റഡ് റൈച്ചസ്നെസ്. ചന്ദ്രൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് അതുപോലെയാണ് എൻ്റെ കാര്യം. കർത്താവിന്റെ നേരെ തിരിഞ്ഞിരിക്കുമ്പോൾ ലൈറ്റ് ഇടിക്കും. അതല്ലാതെ ഞാൻ എന്നിലേക്ക് നോക്കിയാൽ വെളിച്ചമില്ല. അവന്റെ പ്രകാശം അടിച്ച് മാത്രമേ നമുക്ക് പ്രകാശിതരാകാൻ കഴിയുള്ളൂ. ഇവിടെ പറയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുളിൽ നടക്കില്ല, എന്നെ നോക്കുന്നവർ ഇരുളിൽ നടക്കില്ല. ഈ ഇരുട്ടത്ത് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ലൈറ്റ് ഓൺ ചെയ്താൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടും? ഭയങ്കര അസ്വസ്ഥത തോന്നും അല്ലേ? ഓഫി എന്ന് പറയും അല്ലേ? പറയും. അതുപോലെയാണ് ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു വരുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ലൈറ്റ് നമ്മുടെ മേൽ അടിക്കുമ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ആയിപ്പോവും. നമുക്ക് എങ്ങനെയെങ്കിലും ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുള്ളൂ, തല്ലിക്കെടുത്തണമെന്ന് തോന്നുള്ളൂ. വി ഗെറ്റ് ഡെസ്പറേറ്റ്. അതാ കർത്താവ് യോഹന്നാൻ ആദ്യം പറയുന്നത്, അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, ലോകത്തെ സകലരെയും പ്രകാശിപ്പിക്കാമെന്ന് വെളിച്ചമായിരുന്നു. എന്നാൽ മനുഷ്യർ അവനെ കൈക്കൊണ്ടില്ല. ആ വെളിച്ചം അവർ ഇഷ്ടപ്പെട്ടില്ല, ആ വെളിച്ചത്തെ അവർ വെറുത്തു. കാരണം പാപത്തിലിരിക്കുന്നവർക്ക് ഒരു സീക്രട്ട് ലൈഫാണ് ഉള്ളത്. ആ സീക്രട്ട് ലൈഫിലേക്ക് ആരും വെളിച്ചം അടിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. ശരിക്കും ഇരുളിൽ ഇരിക്കുന്ന ജനത്തിന് വെളിച്ചം ഭയമായിരുന്നു. They were not seeking light. അവർക്ക് കുഞ്ഞു കുഞ്ഞു വെളിച്ചങ്ങളെ അവർക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ, വലിയ വെളിച്ചത്തെ ആഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ കുഞ്ഞു വെളിച്ചമാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. പക്ഷെ വലിയ വെളിച്ചമാകുമ്പോൾ നമ്മുടെ കണ്ണ് അടഞ്ഞു പോവുക ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കൺവിക്സ് us ആൻഡ് ബ്ലൈൻഡ്സ് us. അല്ലെ, വലിയ വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ്സ് us, നമ്മളെ ബ്ലൈൻഡ് ആക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം അടിക്കുമ്പോൾ അവര് മറ്റുള്ളവരെ അല്ല കാണുന്നത്, അവരവരെയാണ് കാണുന്നത്. They see themselves. ഓക്കെ. അപ്പൊ പറയാണ്, പരീശന്മാര് പറയാ, നീ നിന്നെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്നു, തള്ള് കൊള്ളാം, നീ വെളിച്ചമാണ്, അതാണ് ഇതാണ്, ഇത് വേറെ ആരും പറയുന്നില്ല, നീ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങൾ വിശ്വസിച്ചു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നേനെങ്കിൽ ഞങ്ങൾക്കൂടെ തോന്നണ്ടേ? ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ, നീ മാത്രം നീ വെളിച്ചമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാവും? നീ തന്നെ പറഞ്ഞാൽ അത് സത്യമാവൂല. വേറെ ഒരാളും കൂടെ ഇത് വെളിച്ചമാണ്, ഇവനാണ് വെളിച്ചം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അത് ഞങ്ങൾ പ്രമാണിമാരാരെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് നിന്നിൽ അങ്ങനെ വെളിച്ചമൊന്നും കാണുന്നില്ല, നീ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ലാതെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. നേരത്തെ ഇവരിൽ കുറെ പേര് ചോദിച്ചാണ്, ഞങ്ങൾ വിശ്വസിക്കാൻ മാത്രം നീ എന്ത് അടയാളമാണ് കാണിക്കുന്നത്? നീ എന്താ? അപ്പൊ ഒരു എന്താ പറയുന്നത്, കർത്താവ് പറയുന്നു ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമല്ല, അവരതിനെ ഒരു വിലയും കാണുന്നില്ല. ഓക്കെ. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന് ആരുടെയും ആവശ്യമില്ല. ദൈവം ഒരു കാര്യം പറയുമ്പോൾ മനുഷ്യരാൽ ആണയിടേണ്ട കാര്യമില്ല. അവനേക്കാൾ ഉയരത്തിൽ ആണയിടാൻ ആരും ഇല്ല, അല്ലെ? നമ്മൾ ആണയിടുമ്പം ഇത്തിരി വലിയ ആളെ വെച്ചല്ലേ ആണയിടേണ്ടത്. വലിയ കാര്യങ്ങൾ വെച്ചാൽ തലയെ തൊട്ട് സത്യം ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? കയ്യെ തൊട്ട് സത്യം ചെയ്യില്ല, തലയെ തൊട്ട് പോയാൽ തലയെ പോകുന്നത്. അതാണ് വലിയ കാര്യങ്ങളെ ചൊല്ലിയാണ് നമ്മൾ സത്യം ചെയ്യുന്നത്. നിന്റെ കയ്യിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പോരാ, തലയത്തോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉള്ളതിൽ മൂത്തത്, അല്ലെ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ കർത്താവിന് ആരെയും ചൊല്ലിയും സത്യം ചെയ്യാൻ പറ്റില്ല. അവന് തന്നെ അവനാണ്. നമ്മുടെ എബ്രായ ലേഖനത്തിൽ അത് കാണുന്നുണ്ട്. തന്നേക്കാൾ വലിയ ആരും ഇല്ലാത്തതിനാൽ ആണയിടാൻ അവൻ സ്വന്തമായി ആണയിട്ടു എന്ന് പറഞ്ഞാൽ അത് മതി. കാരണം കർത്താവ് പറയാണ്, എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ ആണ സത്യം എന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. ഞാൻ എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഞാൻ എവിടുന്ന് വരുന്ന അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേറൊരാളുടെ സാക്ഷിയോടെ ഉണ്ടേ കൊള്ളാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചോദിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ദ ലോർഡ് ഡസ് നോട്ട് നീഡ് എനിവൺസ് ടെസ്റ്റിമണി. അപ്പൊ ആണയിടുന്ന, അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ വാക്ക് ഉവ്വെന്നും ഇല്ല എന്നും ആകട്ടെ, സത്യം ചെയ്യരുത്, അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ പലപ്പോഴും അത് ലിറ്ററലായിട്ട് എടുക്കുന്നത്. സത്യമായിട്ടും എന്ന് പറയുമ്പോൾ ഉടനെ പറയും, ബ്രദറെ സത്യം ചെയ്തെന്ന് ബൈബിളിലുണ്ട്. അപ്പൊ കർത്താവ് എത്ര അടുത്ത് ആമേൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് എത്ര അടുത്ത് പറഞ്ഞില്ലേ? വെരിലി ഐ സേ അൺടു യു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആണയിടുക എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞ? ഞങ്ങള് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ കോൺഷ്യസ് ആയിരുന്നു, സത്യമേ പറയാവുള്ളൂ, എന്ത് സംഭവിച്ചാലും സത്യമേ പറയാവുള്ളൂ. ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ആ കാര്യത്തെ കുറിച്ച്. കോളേജ് പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലില്ല, ഇപ്പൊ എന്ത് ചോദിച്ചാലും സത്യം പറയുള്ളൂ എന്ന് ഒരു തീരുമാനമുണ്ട്. പക്ഷേ ഒത്തിരി വ്യാജമുണ്ട് അതിനകത്ത്. കാരണം മനുഷ്യനല്ലേ, നമ്മൾ എത്ര സത്യം പറഞ്ഞതിനകത്ത് വ്യാജമുണ്ടായി. പക്ഷെ ഞങ്ങളുടെ വാർഡൻ ഞങ്ങളെ അങ്ങ് വിശ്വസിച്ചു. എങ്ങനെയാണെന്നറിയോ? ഇവരോട് ആരോടെങ്കിലും ചോദിച്ചു ഇവർ ഇതിങ്ങനെയാന്ന് പറഞ്ഞ് പിന്നെ എൻക്വയറി ഇല്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 3-4 വിശ്വാസികളുണ്ട്, അവരോട് വാർഡൻ വന്ന് ചോദിക്കും, നിങ്ങൾ കണ്ടോ ഇതെന്താ സംഭവം? അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താണോ അത് പുള്ളിക്ക് തീർപ്പം. പിന്നെ ഒരു എൻക്വയറി ഇല്ല. ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഞാൻ കാരണം ഈ മനുഷ്യന്റെ വിശ്വാസം അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കന്ന് നല്ല ജലദോഷമായിരുന്നു. അന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു സംഭവം നടന്നു. ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം നടക്കും, അങ്ങനത്തെ ഹോസ്റ്റലുകളാണ്. ഒരു ഇത്തിരി ഗുണ്ടാ പരിപാടിയുള്ള ഒരുത്തൻ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ വന്നതിൻ്റെ ആഘോഷമായിട്ട് വാർഡന്റെ
റൂമിന് മുമ്പിലിരുന്ന ഒരു ടെലിഫോൺ ഉണ്ട്. ഞങ്ങളൊക്കെ അതിനകത്താണ് വിളിക്കുന്നത്, വിത്ത് പെർമിഷൻ ഉള്ളി. ഇവൻ വന്ന ആഘോഷം എങ്ങനെയാണെന്നറിയോ? ആ ടെലിഫോൺ വെച്ചിരുന്ന തടി സ്റ്റാൻഡിന്റെ അടിയിൽ ഒരു ഗുണ്ട് വെച്ച് അവൻ പൊട്ടിച്ചു. രാത്രി 12. ആ ഹോസ്റ്റലിലുള്ള സകല മനുഷ്യരത് കേട്ട് പാതിരാത്രി ഓടി വന്നു. ഇതാരാണ് പൊട്ടിച്ചതെന്ന് ആരും കണ്ടില്ല. പിന്നെ വാർഡൻ ഏത് മുറി ചെന്നാലും ഈ വെടിമരുന്നിന്റെ മണം ഉണ്ടോ എന്നാണ് പുള്ളി നോക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു മുറി ചെന്നപ്പം വെടിമരുന്നിന്റെ മണം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു, ചേച്ചി മണം വരുന്നില്ലേ, വെടിമരുന്നിന്റെ മണം? എനിക്കാണ് ഒന്നാമത് മൂക്ക് അടഞ്ഞിരിക്കുക, എനിക്കാണ് ഒരു മണവും വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ജലദോഷം സാറെ കിട്ടുന്നില്ല. പുള്ളിക്ക് ഉടനെ എന്നിലുള്ള വിശ്വാസം അങ്ങ് പോയി. പുള്ളി പറഞ്ഞു, ഇവന്മാരെല്ലാം കള്ളന്മാരാ, വിശ്വാസം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഉവ്വ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഉയർത്തുന്ന ഒരു ടെസ്റ്റിമണി, ഒരു വിറ്റ്നസ് ഉണ്ട്. ആ വിറ്റ്നസ് അനുസരിച്ച് സത്യമായിട്ടും ബ്രദറെ വിശ്വസിക്കും ബ്രദറെ എന്ന് പറയേണ്ടി വരരുത്. അങ്ങനെ പറയേണ്ടി വരരുത്. അത് ഈ ബ്രദർ പറഞ്ഞല്ലേ, ഓക്കെ, ഉവ്വ്, അത് ഉവ്വെന്ന് തന്നെയാ. ഇതാണ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം. ഇന്ന് വിശ്വാസികൾ പറയുമ്പോൾ ഒന്നുകൂടെ സംശയം ആൾക്കാർ. അതൊരു ഗതികേടിലോട്ട് ഇന്നത്തെ സമൂഹം എത്തിയേക്കുന്നതിന്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ചും പാസ്റ്റർമാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് അത്ര വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കും. ദിസ് ഈസ് റിയലി ബിസയർ. അപ്പൊ ഉവ്വ് എന്ന് പറയുമ്പോൾ, അല്ലെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും മതി എന്നാ കർത്താവ് പറയുന്നത്. അങ്ങനെ ആകണം. അതിൽ കൂടുതൽ ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അവൻ ദുഷ്ടനാണ്. കാരണം ഹീസ് നോട്ട് ലിവിങ് എ പെർഫെക്റ്റ്ലി റൈച്ചസ് ട്രൂത്ത്ഫുൾ ലൈഫ്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലേ, വിട്ടേക്ക്, നോ പ്രോബ്ലം. ദൈവം നിങ്ങളെ നീതീകരിച്ചോളൂ. നിങ്ങൾ സ്വയം നീതീകരിക്കാൻ പോകുമ്പം ഇറ്റ് ബിക്കംസ് റിയലി സിൻഫുൾ. അത് കുഴഞ്ഞു മറിയുള്ളൂ. അപ്പൊ ഉവ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉവ്വ്, അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഹൗ എ ബിലീവർ എക്സ്പീരിയൻസസ് ആൻഡ് റിവീൽസ് ട്രൂത്ത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണോ എന്ന് ആൾക്കാർ പറയുവാണെങ്കിൽ അതിനർത്ഥം വി ഡിഡ്ന്റ് ഹാവ് എ ഗുഡ് ടെസ്റ്റിമണി എന്നായിരിക്കാം ഒരർത്ഥത്തിൽ. അവിടെയാണ് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. എന്നെ അത് വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കും, കർത്താവ് എൻ്റെ ഒരു വിറ്റ്നസിങ്ങിന്റെ പ്രോബ്ലം ആണോ? ചിന്തിക്കാം. That's how we should conduct ourselves. We need to be exposed by the Lord and always speak the truth. ഒറ്റ സാക്ഷ്യം പറഞ്ഞാൽ മതി, and that should suffice. ഓക്കെ. അപ്പൊ ഞാൻ എവിടെ നിന്ന് വന്നതെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും നിങ്ങൾക്കറിയാൻ മേല, പക്ഷെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ സാക്ഷ്യം മതി, അത് എൻ്റെ സാക്ഷ്യം തന്നെ മതി. കാരണം I have come from the heaven and I'm going back to heaven. So I don't need anyone's testimony. ഇങ്ങനൊരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാക്കാൻ നമ്മൾ സത്യം പറയുക മാത്രമല്ല, സത്യം ഒരു ജീവിതമായി, നമ്മുടെ ജീവനായി മാറുക. മഹാത്മാഗാന്ധി കുറെ പരീക്ഷിച്ച് നോക്കിയതാ, നടക്കില്ല. അങ്ങനൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. നമ്മൾ പിന്നെ പരീക്ഷിക്കുന്നുമില്ല, അതുകൊണ്ട് പിന്നെ കുറ്റം പറയാനും പറ്റില്ല. സോ വി നീഡ് ടു ബി വെരി കോഷ്യസ് ആസ് ടു വാട്ട് അവർ ടെസ്റ്റിമണി ഈസ്. ട്രൂത്ത്ഫുൾനെസ് ഒരു വലിയ ടെസ്റ്റിമണിയാണ്. അങ്ങനെ ഒരു വിറ്റ്നസിങ് നമുക്ക് ഉണ്ടാകണം. പുള്ളി പറഞ്ഞെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും. എന്നാലും നമ്മുടെ വായിന്ന് വല്ലതൊക്കെ സ്ലിപ്പ് ആവും. ബിക്കോസ് യുനോ അവർ ഓൺ പെർസെപ്ഷൻസ്. എനിക്ക് ഭയമുള്ളൊരു കാര്യമുണ്ട്, മെമ്മറി പ്രോബ്ലം ഉണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് മെമ്മറി പ്രോബ്ലം ഉണ്ട്. ഈ മെമ്മറി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു പക്ഷെ ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ട കാര്യം നറേറ്റ് ചെയ്യുമ്പോൾ അത് എക്സാക്ട്ലി അതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് എനിക്ക് ചില സമയത്ത് സംശയം തോന്നാറുണ്ട്, ബിക്കോസ് ഓഫ് ദിസ് ലിമിറ്റേഷൻ.
അത് ചിലപ്പോൾ മിക്കവാറും പറഞ്ഞു കഴിഞ്ഞായിരിക്കും ഓർക്കുന്നത്, ഓ ഇങ്ങനെ ആയിരുന്നോ ശരിക്കും അന്ന് സംഭവിച്ചത്, ഇങ്ങനെ അല്ലായിരുന്നായിരിക്കും അല്ലേ, അയ്യോ, ഇങ്ങനെ പിന്നെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. നമ്മളിന്ന് പത്രത്തിലൊക്കെ വായിക്കല്ലേ, ഒരു കള്ളനെ കണ്ടപ്പം അതിന്റെ രേഖാചിത്രം വരച്ചു, കണ്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ഈ സാക്ഷിയോട് ചോദിച്ചിട്ട് പുരുകം എങ്ങനെയാ, മൂക്ക് എങ്ങനെയാ, വായ എങ്ങനെയാന്നൊക്കെ നോക്കി രേഖാചിത്രം വരച്ചു എന്നൊക്കെ പറയും. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇത് തല എങ്ങനെയാന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ. ഇപ്പൊ എന്നെ വല്ലതും വിളിച്ചായിരുന്നെങ്കിൽ അവർ എന്നെ കൂടെ പിടിച്ച് അകത്തിട്ടേ. കാരണം ഓർമ്മയില്ലെങ്കിൽ അതിനകത്ത് നമ്മളറിയാതെ അങ്ങനെയൊക്കെ അവിശ്വസനീയമായി പോകും നമ്മുടെ പല കാര്യങ്ങളും. അപ്പം ഹ്യൂമൻ ലിമിറ്റേഷൻസ് അവിടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്ത് നമ്മുടെ ബട്ട് യുനോ കോൺഷ്യസ്ലി ലൈ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കുറച്ച് കള്ളം പറയാതെ എങ്ങനെ ജീവിക്കുന്ന ബ്രദറിന് ചോദിക്കരുത്. ഒരു ചർച്ചിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അത് പറയുന്നത് നല്ലത്. മീൻസ് ചർച്ച് ലൈഫിൽ നിന്ന് വെളിയിറങ്ങി എനിക്കിനി സഭയൊന്നും വേണ്ട, ഞാൻ എൻ്റെ തോന്നിയ പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ ശേഷമേ ഇത് പറയാവുള്ളൂ. കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ദാറ്റ്സ് അഫക്റ്റിംഗ് അവർ ടെസ്റ്റിമണി. നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ സാക്ഷ്യത്തെ അത് വളരെ ഗുരുതരമായിട്ടുണ്ടാവും. സാക്ഷ്യത്തെ ബാധിച്ചാൽ നമുക്ക് തന്നെ അല്ലേ? നമുക്കല്ല, കർത്താവിന്റെ നാമമാണ് മലിനപ്പെടുന്നത്. കർത്താവിന്റെ നാമം മലിനപ്പെടുത്തുന്നവരാ ഈ വ്യാജം നമ്മുടെ വായിൽ വന്നാൽ. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഇംപ്രഷൻ പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. ബട്ട് ദാറ്റ്സ് അഫക്റ്റിംഗ് അവർ ടെസ്റ്റിമണി. നമ്മുടെ വിറ്റ്നസിങ് ആരും വിശ്വസിക്കാതെ വരും. കർത്താവ് പറഞ്ഞ എൻ്റെ ഒരു സാക്ഷ്യം മതി ഇത് വിശ്വസിക്കാമെന്ന. പക്ഷെ നമ്മൾ എത്ര സാക്ഷ്യം പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം? ഒരു പരിധിവരെ ഇതൊക്കെ ആയിരിക്കാം, പിന്നെ അവരുടെ കഠിനഹൃദയം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് വൺ ഫാക്ടർ ഈസ് ദിസ്. ഓക്കെ, ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിയാൻ മേല, ആരായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. വേറൊരുത്തന്റെ സാക്ഷ്യം ആവശ്യമുള്ളവനല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് ഒരൊറ്റ വാക്കി പറഞ്ഞാൽ ഐ ആം ദാറ്റ് ഐ ആം എന്നാ പറഞ്ഞ്. എനിക്കത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയും, ഈ കർത്താവ് മോശയോട് പറയുമ്പോൾ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ കുറിച്ച് വേറൊന്നും വെളിപ്പെടുത്തിയില്ല. ഐ ആം ദാറ്റ് ഐ ആം എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. കർത്താവ് വന്നിട്ടാണ് വെളിപ്പെടുത്തിയത് ഐ ആം റിസറക്ഷൻ, ഐ ആം ലൈഫ്, ഐ ആം ട്രൂത്ത്, ഐ ആം ദ വേ, ഐ ആം ദ ലൈഫ് എന്നെല്ലാം കർത്താവ് വന്നിട്ടാണ് ഈ ഐ ആം ദാറ്റ് ഐ ആം. ആ ഐ ആം എന്താന്നെല്ലാം പറഞ്ഞു തരുന്നത്. ദ ഓൺലി സൺ റിവീൽഡ് ദ ഫാദർ. അപ്പൊ ശരിക്കും ഐ ആം ദാറ്റ് ഐ ആം അത് കർത്താവ് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഹൗ ഹി റിവീൽഡ് ഹിംസെൽഫ്. അപ്പൊ കർത്താവ് പറയുന്നത് എന്താ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഇതാ പറയുന്നേ, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവനാണ് ഞാൻ. ഐ ആം ദാറ്റ് ഐ ആം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഐ ആം സേയിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഐ ആം സേയിങ്സ്. ഓക്കെ, അടുത്ത വാക്യം നോക്കി. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. വിധിച്ച എല്ലാം പോക്കാം. എന്നിട്ട് കർത്താവ് പറയാണ് ആസ് എ കൺസെഷൻ, ഞാൻ ആരെയും വിധിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിധിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം നിങ്ങൾ ജഡത്തിലല്ല അറിയുന്നത്. ആ സ്ത്രീയെ നോക്കിയപ്പോൾ വ്യഭിചാരിണിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളെ തന്നെ നോക്കിയപ്പോൾ നിങ്ങളും വ്യഭിചാരികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ജഡത്തിലേ നോക്കിയുള്ളൂ, ഹൃദയത്തിലേക്ക് നോക്കിയില്ല. എനിക്ക് ഹൃദയം കാണാം, പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരുമോ? ഇപ്പൊ വിധിക്കുന്നില്ല. ഞാൻ ആന്ധ്രയില് ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സർജനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നെ വഴിയിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു രഹസ്യം, ഒരു കാര്യം പറയാനുണ്ട്. എന്നുവെച്ചാൽ എന്താ കാര്യം? ഇപ്പോൾ പറഞ്ഞു, ഞാൻ HIV പോസിറ്റീവാണ്. ഈ സത്യത്തിൽ ഭയങ്കര പെയിൻ തോന്നി കേട്ടിട്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹമാണെന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്, അതും അന്ന് 13 വർഷം മുമ്പ്, ദാറ്റ് മീൻസ് 2007 - 13 എന്ന് പറഞ്ഞാൽ ഒരു 1994, 1993 കാലഘട്ടത്തിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ സംഭവിച്ച ഒരു പ്രിക്കിങ്ങിലൂടെയാണ് അതുണ്ടായത്. അന്ന് HIV കുറിച്ചൊന്നും അത്ര അവെയർ അല്ല ആരും. 93, 94 നമ്മൾ കേട്ടിട്ട് പോലും എന്ന് പറഞ്ഞാൽ പതുക്കെ ഇന്ത്യയിലേക്ക് ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ വ്യാപിച്ചു തുടങ്ങിയുള്ളൂ.
അപ്പൊ ഇദ്ദേഹം 13 വർഷം കർത്താവിനോട് ചോദിച്ചെന്നാ പറയുന്നത്. എന്നോട് പറഞ്ഞ്, കർത്താവെ, ഒരു തെറ്റും ചെയ്യാതെ സൺഡേ സ്കൂളിലും പോയി ചെറുപ്പം തൊട്ടേ വിശ്വാസി ജീവിച്ച് നിന്നെ അനുസരിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന് മര്യാദക്ക് ഇത്രയും സൂക്ഷിച്ച് ജീവിച്ചിട്ടും എനിക്കിത് വന്നു. എത്രയോ പേര് എല്ലാ ദിവസവും പാപം തന്നെ ചെയ്ത് ജീവിക്കുന്നു. അവർക്കൊന്നും ഇത് എന്തുകൊണ്ട് വരുന്നില്ല? 13 വർഷം കർത്താവിനോട് ചോദിച്ചു, കയ്പായിരുന്നു. 14ാമത്തെ വർഷം കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞു, നീ വ്യഭിചാരം ചെയ്തില്ല നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോഴാണ് പുള്ളി ആലോചിക്കുന്നത്, ഹൃദയത്തിൽ വരുന്നത് പോലും വ്യഭിചാരം തന്നെയാണ്. അതുകൊണ്ട് HIV ഒന്നുമല്ല, ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നവർക്കല്ല HIV വരും എന്നല്ല നടത്തും. വന്നാലും പരാതി ഒന്നും പറയാനില്ല എന്ന്. കാരണം ഡിസേർവ്, പരാതി പറയാനില്ല, വ്യഭിചാരി തന്നെയാണ്. എന്നിട്ട് എന്നോട് പുള്ളി പറയാണ്, ചേസേ, കർത്താവിന്റെ സ്റ്റാൻഡേർഡ് മനുഷ്യൻ ചിന്തിക്കുന്നവരെ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞ്, കർത്താവിന്റെ വിധി, ആന്തരികമായ വിധി വരുമ്പോൾ ഞാൻ പ്രതിയാണ്, എനിക്ക് ചോദിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഐ ആക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ് വാസ് റിയലി എഡിഫൈങ്. കാരണം ദർ ഇസ് നത്തിങ് ഫോർ us ടു ബോസ്റ്റ് ബിഫോർ ദ ലോർഡ്. വേറൊരാളെ കുറ്റം പറയാനോ ബോസ്റ്റ് ചെയ്യാനോ ഒന്നും നമ്മുടെ ഉള്ളിലില്ല. നമുക്കങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, എന്നിട്ട് പറയാം, നിങ്ങൾ ജഡപ്രകാരം വിധിക്കും. ഞാൻ ആരെയും വിധിക്കുന്നില്ല. കർത്താവ് അതുകൊണ്ട് ഇത് വരുത്തുന്നല്ല. ഇയ്യോബിന് കഷ്ടം വരുത്തുമ്പോഴും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഷ്ടം ദൈവം അനുവദിക്കുമ്പം ഗോഡ് ഹാസ് എ പർപ്പസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അല്ലാതെ ഈ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായിട്ട് ഇവിടെ നമ്മളൊന്നും വഹിക്കണ്ട. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബെയർ ദ പണിഷ്മെന്റ് ഓഫ് എനി സിൻ. ഒരു പാപത്തിന്റെയും ശിക്ഷ ബാക്കിയില്ല. അതെല്ലാം കാൽവരി ക്രൂശിൽ തീർന്നതാ. ഫോർ എ ബിലീവർ ദർ ഇസ് നത്തിങ് റിമൈനിങ്. അതുകൊണ്ട് അതിന്റെ ശിക്ഷയായിട്ടാണ് ഇത് വന്നെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ് നമുക്കൊന്നും പറയാനില്ല. അതാണ്, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു വിശുദ്ധീകരണം, പാപത്തെക്കുറിച്ച് നമ്മുടെ മനോഭാവം, കാഷ്വൽ ആറ്റിറ്റ്യൂഡ്, അതിനെല്ലാം ചിലപ്പോൾ ഒരു കർത്താവ് ഒരുപക്ഷെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് ദാറ്റ്സ് നെവർ എ പണിഷ്മെന്റ്. അവന് മക്കൾക്ക് കൊടുക്കുന്ന ഒന്നും പണിഷ്മെന്റ് അല്ല. ഈ നമ്മൾ ചിലപ്പോൾ പേരൻസ് പറയല്ലേ, ഞാൻ അവനായിട്ട് നല്ല ശിക്ഷ കൊടുത്തു, അടി കൊടുത്തു. അത് ഒരുപക്ഷെ വിവര കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടോ പറയുന്നതായിരിക്കാം. ശരിക്കും മാതാപിതാക്കൾ പിള്ളേരെ ശിക്ഷിക്കുന്നത് ശിക്ഷയല്ല, പണിഷ്മെന്റ് അല്ല, ഡിസിപ്ലിനിങ് ആണ്, ട്രെയിനിങ് ആണ്. അതിന്റെ ഭാഗം അത്. ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഡിസിപ്ലിനിങ് ആണ് കർത്താവ് എല്ലാവർക്കും, മക്കൾക്കെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ ഞാൻ ആരും വിധിക്കുന്നില്ല, വിധിക്കുവല്ല, വിശുദ്ധീകരിക്കുക ചെയ്യുന്നത്. അവന്റെ മക്കളെ അവൻ വിശുദ്ധീകരിക്കുകയാണ്. അല്ലാത്തവരുടെ ന്യായവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ക്രൈസ്റ്റ് ഹിയർ ഹി വാസ് നോട്ട് ജഡ്ജിങ് എനിവൺ. അവൻ എല്ലാവരും ഒന്ന് ജഡ്ജ് ചെയ്തിരുന്നെങ്കിൽ നീ ഈ ശിഷ്യന്മാരെല്ലാം ഒന്ന് ആഗ്രഹിച്ചായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കല്ലേ, അവൻ എന്തോ ദുഷ്ടനാ, കർത്താവ് എൻ്റെ കൂടെ ആയിരിക്കും, ഈ വിഷയത്തിൽ കർത്താവ് എൻ്റെ കൂടെ ആയിരിക്കും, ഞാനാണല്ലോ സഫർ ചെയ്യുന്നത്. ചുമ്മാതാ. കർത്താവ് എങ്ങനെ ചിന്തിക്കും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഹിസ് പെർസ്പെക്റ്റീവ്സ് ആർ ടോട്ടലി ഡിഫറെന്റ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗോഡ് തിങ്സ് ഇൻ എ ക്വൈറ്റ് ഡിഫറെന്റ് വേ. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ പ്ലാനുകളല്ല അവന്റെ പ്ലാനുകൾ. ഹി തിങ്സ് എൻറ്റയർലി ഇൻ എ ഡിഫറെന്റ് വേ. അതൊരു ഇടുക്ക് വഴിയാണ്, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. അത് കർത്താവിന്റെ സ്വന്തം വഴിയാണ്. അടുത്ത വാക്യം. ഇനി നിങ്ങൾക്ക് ഒരാൾ പോരാന്നല്ലേ നിങ്ങളുടെ പ്രശ്നം, ഒരാൾ പോരാന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. രണ്ടാമത്തെ ആളെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എൻ്റെ വിധി സത്യമാണ്. ഒരാളുടെ സാക്ഷി എനിക്ക് വേണ്ട. ഐ ഹാവ് ദ കൺസെന്റ് ആൻഡ് അറ്റസ്റ്റേഷൻ ഓഫ് മൈ ഫാദർ. അവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. സോ അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അവർ അവനോട് നിന്റെ പിതാവ് എവിടെ? എന്നാ പിന്നെ ആ സാക്ഷി ഒന്ന് കേട്ടേക്കെ, പിതാവിനെ എന്ത് കാണിച്ചത് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ആദ്യം കേൾക്കുന്നവർക്ക് ഒരു അസ്വസ്ഥത തോന്നും അല്ലേ? ഇവർ ചോദിക്കും നിങ്ങളുടെ പിതാവ് എവിടാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? എൻ്റെ പിതാവ് ആരാ നിനക്ക് അറിയത്തില്ലെന്ന്. ഇവരെല്ലാം വിചാരിച്ചിരുന്ന യോസേപ്പിന്റെ മകനാന്ന് തന്നെയല്ലേ. അപ്പൊ ശരിക്കും കർത്താവ് വന്നിട്ട് ഞാൻ യോസേപ്പിന്റെ മകനല്ല, എൻ്റെ പിതാവ് ആരാ നിനക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര അപമാനകരമായ ഒരു രീതിയിലായിരിക്കണം അവരത് കണ്ടത്.
അപ്പൊ കർത്താവ് പറയുന്നത്, എന്റെ പിതാവിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അറിയുമായിരുന്നു. സോ ഇറ്റ് വാസ് ടോട്ടലി കൺഫ്യൂസിങ് ഫോർ ദം. ദേ കുഡ് നോട്ട് ഈവൻ ഗസ് ഇത് ദൈവമാണ്, പിതാവാണ് എന്നുള്ള കാര്യം. ദൈവമാണെന്നുള്ള കാര്യം അവർക്ക് ആ വാക്യങ്ങളിലൂടെ മനസ്സിലായിട്ടില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ കർത്താവ് വളരെ കാഷ്വൽ ആയിട്ടാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. അതായത് ഹി വാസ് നോട്ട് ഗിവിങ് എ ഫോർത്രൈറ്റ് ആൻസർ. പിതാവ് ആരാണ്? എൻ്റെ ദൈവമാണ്, നിങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവമാണ് എന്ന് പറയുന്നില്ല. ഈ ദൈവപുത്രനാണെന്ന് കൺഫ്യൂസ് ചെയ്തവരും ഹീലിങ്ങിനെ കുറിച്ച് കൺഫ്യൂസ് ചെയ്തവരൊന്നും പറയണ്ടെന്ന് കർത്താവ് പലരോടും പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തായിരുന്നു. സോ ഗോഡ് ഡിഡ് നോട്ട് വാണ്ട് ടു റിവീൽ ഇറ്റ് ടു എവരി വൺ. അങ്ങനെയുണ്ട്. എല്ലാവരുടെ അടുത്ത് ഇത് തെളിയിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചില്ല, വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചില്ല. അവന്റെ ശിഷ്യന്മാരിലൂടെ ഇത് സ്പ്രെഡ് ആകണമെന്നായിരുന്നു കർത്താവിന്റെ ഇഷ്ടം. അവനെ അറിഞ്ഞവർ, അനുഭവിച്ചവർ, അവന്റെ രക്ഷ ആസ്വദിച്ചവർ, അവരിലൂടെ